സ്തോത്രം 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 സ്തോത്രം. എല്ലാവർക്കും ചേർന്ന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. ഈ പ്രിയ മാതാവിന്റെ അടക്കാരാധനാ ശുശ്രൂഷയുടെ അന്ത്യാസമയത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. ഈ സെമിത്തേരിയിൽ നടക്കുന്ന ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹമാക്കണം. അതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ യാത്രയെല്ലാം ദൈവം സൂക്ഷിച്ചു സൗഖ്യത്തോടെ വന്നുചേരുവാൻ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ അന്ത്യ ശുശ്രൂഷയിലും ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ദൈവിക നന്മകൾ തരുന്നതിനായി സ്തോത്രം ചെയ്യാം. അനുഗ്രഹത്താൽ ദൈവം നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. സകല ആശ്വാസത്തിന്റെയും ഉറവിടമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ. സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി തികച്ച് തന്റെ നിത്യ സൗഭാഗ്യത്തിൽ സ്വർഗീയ ഭവനത്തിൽ കർത്താവ് ചേർത്തതിനായി ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ. സ്തോത്രം. കഴിഞ്ഞ ഏറിയ കാലങ്ങൾ ഈ ഭൂമുഖത്ത് കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശ്വസ്തയോട് ജീവിപ്പാൻ കർത്താവ് കൃപ കൊടുത്തതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കുടുംബജീവിതം ചെയ്യുവാൻ കർത്താവ് ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം. മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാവരിലെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഭൂമിയിൽ കർത്താവ് പ്രിയ മാതാവിന് കൊടുത്ത ഭാഗ്യ പദവിക്കായി ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അതിലുപരിയായി കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് പാവങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് തന്റെ പരിശുദ്ധ രക്തത്താൽ കഴുകപ്പെട്ട് സ്തോത്രം ഒരു പുതിയ സൃഷ്ടിയായി തീരുവാനും ജീവപുസ്തകത്തിലെ കുഞ്ഞാടിന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം പ്രിയ മാതാവിന് ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ വിശുദ്ധ കൂട്ടായ്മയിൽ കർത്താവെ ജീവിപ്പാൻ കഴിഞ്ഞ നാളുകൾ കർത്താവ് കൃപ കൊടുത്തതിനായി സ്തോത്രം. കർത്താവെ സ്തോത്രം 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 സ്തോത്രം. തന്റെ സ്വർഗീയ അവകാശത്തിലേക്ക് കർത്താവ് ചേർത്തതിനായി സ്തോത്രം. ഭവനത്തിൽ നടന്ന ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവാൻ ദൈവം നടത്തി പുത്രന്റെ നാമത്തെ മഹത്വപ്പെടുത്തതിനായി സ്തോത്രം. കർത്താവെ ഭവനത്തിൽ തോടി കർത്താവിമോ സ്തോത്രം സെമിത്തേരിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ നടക്കപ്പെടുന്ന ശുശ്രൂഷകളും പരിശുദ്ധാത്മ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഓരോ ശുശ്രൂഷകളും പുത്രന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഇവിടെ കൂടപ്പെട്ട ഓരോരുത്തരും കർത്താവിന്റെ വിശുദ്ധ മണവാട്ടിയെ തീരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധത്തിലും പുത്രന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ആശ്വാസം കൊണ്ടും നിത്യസമാധാനം കൊണ്ടും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇപ്രകാരം ഒരു കടന്നുപോക്കുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടെ ഞങ്ങളുടെ പ്രിയമെച്ച കർത്താവിനെ സ്നേഹിച്ച് ആ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് ഞങ്ങൾക്ക് നിത്യകർത്താവെ പ്രത്യാശയോട് മുന്നോട്ട് പോകുവാനും ബിരുദ പ്രാപിക്കുന്ന ഓട്ടം കർത്താവെ ബിരുദ പ്രാപിക്കുന്ന കൂട്ടത്തിൽ ഓടിയെത്തി ഞങ്ങളുടെ അവകാശം പ്രാപിപ്പാനും ഇവിടെ കൂടപ്പെട്ട ഓരോരുത്തരും ഒരുക്കുമാറാകാനും പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ശുശ്രൂഷ തിരുനാമ മഹത്വത്തിനായി തീർന്നിട്ട് തിരുനാമത്തെ മഹത്വപ്പെടുത്തും യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ പിതാവേ, ആമേൻ. വേദഭാഗം വായിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിലെ ചില ഭാഗം. സ്തോത്രം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചോടിടയിൽ നിന്നും ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചോടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താന്റെ നിലയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണും വയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ? ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രിയ ദാസിയുടെ അന്ത്യശുശ്രൂഷയിലേക്ക് നാം എത്തിയിരിക്കുക. ഏതാനും നിമിഷങ്ങൾക്കകം
ഈ മൃതശരീരം നാം മണ്ണിന് ദാനം ചെയ്യുവാൻ പോകുകയാണ്. എന്നാൽ നാം മണ്ണിന് ദാനം ചെയ്യുമ്പോൾ ക്രിസ്തീയ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഈ ദാനം ചെയ്യുന്ന ഈ മൃതശരീരം ഇവിടെ ദാനം ചെയ്തു കഴിയുമ്പോൾ മണ്ണോട് ചേർക്കപ്പെടുന്നു എങ്കിൽ തന്നെയും ഒരു പുതിയ ശരീരത്തോടുകൂടെ താൻ എഴുന്നേറ്റ് വരും എന്നുള്ളതായ ഒരു വിശ്വാസമാണ് ക്രിസ്തീയ പ്രത്യാശ. മനുഷ്യന്റെ മരണത്തോടുകൂടെ എന്ത് സംഭവിക്കുന്നു എന്ന് സകല മനുഷ്യരുടെയും ഹൃദയത്തിൽ ഒരു ചോദ്യചിഹ്നം ഉയരുന്ന ഒരു സന്ദർഭമാണ്. സാധാരണ ഒരു മരണവീട്ടിലേക്ക് ഒരു മനുഷ്യൻ പോകുമ്പോൾ ആ വ്യക്തി മരിച്ചു, ഇനി എന്തായിത്തീരും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചോദ്യചിഹ്നമുണ്ട്. എന്നാൽ ഇന്ന് ആ ചോദ്യചിഹ്നത്തിന് പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ചിലർ പറയുന്നു, ഒരു വെള്ളത്തിലേക്ക് ഒരു കല്ലെടുത്തിട്ടാൽ അതിൽ നിന്നൊരു ചെറിയ വൃത്തമുണ്ടാകുന്നു, ആ വൃത്തം വലുതാകുന്നു, അങ്ങനെ വൃത്തം വലുതായി 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 ആ വൃത്തം കരയിൽ വന്ന് ഇല്ലാതായി തീരുന്നതുപോലെ തന്നെ മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്നു, വീണ്ടും അവർ പുനർജനനം പ്രാപിക്കുന്നു. അങ്ങനെ ജനിച്ച് 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 പുനർജനനം പ്രാപിച്ച് അവസാനം ഇല്ലാതായിത്തീരുന്നു എന്ന് ചിലർ പറയുന്നു. മറ്റു ചിലർ പറയുന്നു, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിക്കുന്നു, അവൻ മരിച്ചു കഴിയുമ്പോൾ അവന്റെ പ്രവൃത്തി എപ്രകാരമായിരുന്നു അതിനനുസരിച്ച് മറ്റേതെങ്കിലും ഒരു മൃഗമായോ ഏതെങ്കിലും പക്ഷികളായോ അവൻ ജനിച്ചു വരുന്നു എന്ന് അവർ ചിന്തിക്കുന്നു. എന്നാൽ അതിനൊന്നും തന്നെ യാതൊരു അടിസ്ഥാനവും കാണുവാൻ സാധ്യമായിത്തീരുന്നില്ല. എന്നാൽ വേദപുസ്തകം മാത്രമേ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തവും തിട്ടവുമായ തെളിവ് നൽകുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ പ്രിയ സഹോദരിയും കഴിഞ്ഞ ദിവസം താൻ മരിച്ചു. എന്നാൽ നമ്മളെല്ലാവരും പറയാറുണ്ട് താൻ മരിച്ചുപോയി, എവിടേക്ക് പോയി എന്നതിനെക്കുറിച്ച് പലർക്കും മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുന്നില്ല. എന്നാൽ ഒരു മനുഷ്യൻ തന്റെ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം വേദപുസ്തകം നൽകുന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രിയ മാതാവിന്റെ അടക്കാരാധന ശുശ്രൂഷകൾ നടത്തുമ്പോൾ ഞങ്ങൾ ആ പ്രത്യാശയോടും ആ വിശ്വാസത്തോടും ആ വെളിപ്പാടോടും കൂടെയാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ഇവിടെ നടത്തുന്നത് എന്നുള്ളത് ഞാൻ ആദ്യമേ ഓർപ്പിക്കുകയാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വെളിപ്പാട് എന്ന് ചോദിച്ചാൽ, മനുഷ്യനെ ദൈവം നിലത്തെ പൊടിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. നിലത്തെ പൊടിയിൽ നിന്ന് ഒരു രൂപമുണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവനെ ജീവന ദേഹിയാക്കി തീർത്തു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ആ മനുഷ്യനോട് ദൈവം തന്നെ പറയുകയുണ്ടായി, മനുഷ്യ, നിന്നെ പൊടിയിൽ നിന്ന് എടുത്തിരിക്കാൻ നീ പൊടിയിൽ തിരികെ ചേരും എന്ന് ദൈവജനം ഓർപ്പിക്കുകയുണ്ടായി. അങ്ങനെയെങ്കിൽ ഈ പ്രിയ സഹോദരിയെയും പൊടിയിൽ നിന്നാണ് ദൈവം ഉത്ഭവിച്ചത്. ഈ മൺകൂടാരങ്ങളിൽ താൻ പാർത്തു, ഇപ്പോൾ താൻ പൊടിയിലേക്ക് തിരികെ ചേരുവാൻ പോകുകയാണ്. എന്നാൽ പൊടിയിലേക്ക് തിരികെ ചേരുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. എന്തെന്നറിയാമോ? താൻ ഒരു ദിവസം ഉയർത്തെഴുന്നേറ്റ് വരും. വേദപുസ്തകം അത് പ്രത്യേകം ഓർപ്പിക്കുന്നു, ഒരു ഉയർപ്പിനെ കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ നമുക്കത് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. 2-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് ഓർപ്പിക്കുന്നത്, നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നതിൽ ചിലർ നിത്യജീവന് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് വേദപുസ്തകം ഓർപ്പിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർ നിത്യലജ്ജയ്ക്കും നിത്യശിക്ഷയ്ക്കും വേണ്ടി ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നു. 2 ഉയർപ്പുകളെ കുറിച്ച് അവിടെ ഓർപ്പിക്കുന്നു. ഒന്ന് നിത്യജീവന് വേണ്ടിയുള്ള ഒരു ഉയർപ്പ്, മറ്റൊന്ന് നിത്യശിക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉയർപ്പ്. ഇന്ന് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, വളരെ വേഗം ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്നാൽ നിത്യജീവന് വേണ്ടിയുള്ള ഉയർപ്പ് ആർക്കാണ് ലഭിക്കുന്നതെന്നും വേദപുസ്തകം ഓർപ്പിക്കുന്നു. ഭവനത്തിലെ ശുശ്രൂഷയും ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനുള്ളവർ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതായത് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുവാൻ ജീവിക്കുന്ന ഒരു കൂട്ടരെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അവരാണ് ക്രിസ്തുവിനോടുകൂടെ ജനിച്ചവർ. അതായത് ഈ ഭൂമിയിൽ അക്ഷരീയ ശരീരത്തിൽ അവർ ജനിച്ചു എങ്കിലും അവർ അതിനുശേഷം മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ ക്രിസ്തുവിൽ ജനിക്കുന്നു. രണ്ടാമത് സ്നാനമേറ്റു, അവർ ക്രിസ്തുവിനെ ധരിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുന്ന ഒരനുഭവം ഈ പ്രിയ സഹോദരിക്കും ചില നാളുകൾക്ക് മുൻപ് അങ്ങനെ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനും സ്നാനമെടുക്കുവാനും ക്രിസ്തുവിനെ ധരിപ്പാനും തനിക്ക് ഭാഗ്യം ലഭിപ്പാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തന്നെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ കേട്ടു, തന്റെ പ്രാർത്ഥന അനുഭവത്തിൽ, തന്റെ വിശ്വാസ ജീവിതത്തിൽ തന്റെ ആവശ്യങ്ങളെ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിച്ച് മക്കളെ പ്രാർത്ഥിപ്പാനായിട്ട് ഉത്സാഹിപ്പിച്ച് അവർ ആ അവസ്ഥയിൽ മുൻപോട്ട് വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ താൻ ക്രിസ്തുവിൽ ജനിച്ചതിനാൽ ക്രിസ്തുവിൽ താനിപ്പോൾ മരിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ മരിച്ചവരെ ഞങ്ങൾ അടക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങളിവിടെ
ഒരു മൃതശരീരമാണ് ഇവിടെ ദാനം ചെയ്യുന്നത് എങ്കിൽ തന്നെയും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇനി ഈ ശരീരമല്ല ഉയർത്തെഴുന്നേറ്റ് വരുന്നത്, മറ്റൊരു ശരീരത്തോടുകൂടെ താൻ എഴുന്നേറ്റ് വരുവാൻ ഇടയായിത്തീരും എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിനെക്കുറിച്ചാണ് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുമ്പോഴും അപ്പോസ്തലന്മാർ പഠിപ്പിക്കുമ്പോഴും ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെ മറ്റോ വല്ല മണിയുമാണ്. എന്നാൽ ആ ഗോതമ്പിന്റെ മണി അത് നിലത്ത് വീണ് ചത്തു കഴിഞ്ഞാൽ അത് തനിയിരിക്കുകയില്ല, അത് വീണ്ടും ജീവിച്ചു വരുവാനിടയായിത്തീരും. എന്നാൽ ഓരോ ശരീരത്തിനും അതിന്റേതായ ഒരു പുതിയ ശരീരത്തെ കൊടുക്കുവാൻ ദൈവത്തിന് സാധ്യമായിത്തീരും. അങ്ങനെയെങ്കിൽ ഈ ശരീരം ഞങ്ങളിവിടെ വിതയ്ക്കുന്നു. ഇനി ഉയർത്തി വരുന്നത് അക്ഷരീയ ശരീരമാണ്. അതായത് മരണമില്ലാത്തതായ രോഗമില്ലാത്തതായ ഒരു ശരീരം ഉയർത്തെഴുന്നേറ്റ് വരും. എന്നാൽ ആ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ അതിനൊരു പ്രത്യേകതയും കൂടെയുണ്ട്. എന്തെന്നറിയാമോ? ക്രിസ്തുവിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്നവർക്ക് തേജസ്സിന്റെ ശരീരമുണ്ടായിരിക്കും. എന്നാൽ ക്രിസ്തുവിൽ മരിക്കാതെ അവർ പാപത്തിൽ ജീവിച്ച് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ പാപത്തെ ഏറ്റുപറയാതെ ക്രിസ്തുവിനെ ധരിക്കാതെ ഒരു മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് വന്നാൽ അവനും അക്ഷരീയ ശരീരം ലഭിക്കും, പക്ഷെ അത് തേജസ്സിന്റെ ശരീരമായിരിക്കുകയില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണുള്ളത്. എന്നാൽ തേജസ്സിന്റെ ശരീരം ധരിച്ചവർ അവർ ക്രിസ്തുവിനോടുകൂടെ വാഴുവാൻ ഇടയായിത്തീരും. എന്നാൽ തേജസ്സിന്റെ ശരീരം പ്രാപിക്കാതെ ഒരു രൂപാന്തര ശരീരം പ്രാപിച്ച് സകല മനുഷ്യരും ഉയർത്തെഴുന്നേറ്റ് വരും. അവർ നിത്യ ന്യായവിധിക്ക് യോഗ്യരായിത്തീരും എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്നാൽ ഈ പ്രിയ മാതാവ് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ടും സ്നാനമെടുത്തതുകൊണ്ടും ക്രിസ്തുവിന്റെ അഭിഷേകം പ്രാപിച്ച് ദൈവസഭയോട് ചേർന്ന് പ്രാർത്ഥനാ ജീവിതത്തെ സൂക്ഷിച്ച് താൻ ക്രിസ്തുവിൽ മരിച്ചതുകൊണ്ട് ഒരു പ്രത്യാശയുണ്ട്, താൻ ഉയർത്തെഴുന്നേറ്റ് വരും തേജസ്സിന്റെ ശരീരത്തോടുകൂടെ. എന്നാൽ ബന്ധുമിത്രാദികളെ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, അവർ ബന്ധുമിത്രാദികളായിട്ടുള്ളവരോട് അവരുടെ ചാർച്ചക്കാർ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. നിങ്ങളും ക്രിസ്തുവിനെ പിൻപറ്റുന്നില്ല എങ്കിൽ, ക്രിസ്തുവിനായി തീരുന്നില്ല എങ്കിൽ, ക്രിസ്തുവിനെ ധരിക്കുന്നില്ല എങ്കിൽ നിങ്ങളും ഒരു ദിവസവും നിങ്ങൾക്കും ഒരു മരണമുണ്ട്. മരണം കഴിയുമ്പോൾ ഒരു ഉയർപ്പുണ്ട്. ഉയർപ്പോടുകൂടെ നിങ്ങൾക്കൊരു പുതിയ ശരീരം ലഭിക്കും. കാര്യം ശരിയാണ്, പക്ഷേ അത് തേജസ്സിന്റെ ശരീരമായിരിക്കുകയില്ല. എന്നാൽ തേജസ്സിന്റെ ശരീരം പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിനോടുകൂടെ വാഴുവാൻ സാധ്യമായി തീരുകയുള്ളൂ. ഞങ്ങളിപ്പോൾ ഈ ശുശ്രൂഷ നടത്തുന്നത് ആ പ്രത്യാശയോടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ മൃതശരീരത്തെ ഞങ്ങൾ മണ്ണിന് ദാനം ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, താൻ ക്രിസ്തുവിന്റെ സാക്ഷിയായി തീർന്നതുകൊണ്ട് തനിക്ക് തേജസ്സിന്റെ ശരീരം ലഭിക്കും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ദുഃഖത്തിലിരിക്കുന്നവരെ, ഞാനൊരു കാര്യം നിങ്ങളോട് പ്രത്യേകം ഓർപ്പിക്കാം. ഇനി നിങ്ങൾക്ക് കരയുവാനുള്ള സമയമല്ല, വിലപിപ്പാനുള്ള സമയമല്ല. നിങ്ങൾക്ക് ഓടിയൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. ഈ പ്രിയ മാതാവിനെ പോലെ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും ഒരു മരണമുണ്ട്, നിങ്ങൾക്കൊരു ഉയർപ്പുണ്ട്, തേജസ്സിന്റെ ശരീരം ലഭിക്കും. തേജസ്സിന്റെ ശരീരം ലഭിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് ഈ പ്രിയ മാതാവിനെ മുഖാമുഖം കാണുവാൻ നമുക്ക് സാധ്യമായി തീരും. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്, എനിക്ക് സ്വർഗത്തിൽ ചെല്ലുവാൻ കഴിയുമെന്നും തേജസ്സിന്റെ ശരീരം പ്രാപിക്കാൻ കഴിയുമെന്നും എനിക്ക് മുഖാമുഖം കാണുവാൻ കഴിയുമെന്നും പ്രത്യാശയുള്ള കരകളുണ്ട്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനെയെങ്കിൽ ഇതൊരു ദുഃഖത്തിന്റെ ശുശ്രൂഷയല്ല, ഇതൊരു ആനന്ദത്തിന്റെ ശുശ്രൂഷയാണ്. കാരണം എന്തുകൊണ്ടെന്നറിയാമോ? ഭവനത്തിൽ വെച്ച് നിങ്ങൾ കേട്ടല്ലോ, ഒടുക്കത്തെ ശത്രു നീങ്ങിപ്പോയി, മരണം താൻ ജയിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ വായിച്ച വാക്യത്തിൽ നിങ്ങൾ കേട്ടു, ഹേ മരണമേന്തിന്റെ ജയം എവിടെ? ഹേ മരണമേന്തിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന് വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമുക്ക് ജയം തരും. ദൈവത്തിന് സ്തോത്രമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ബന്ധുമിത്രാദികളെ, ദുഃഖത്തിലായിരിക്കുന്നവരെ, മക്കളെ, കൊച്ചുമക്കളെ, നിങ്ങൾ ഓരോരുത്തരും ഒരു കാര്യം ഓർത്തുകൊള്ളുക. ഈ പ്രിയ മാതാവിനെ പോലെ നിങ്ങൾ ക്രിസ്തുവിന് സാക്ഷിയായി തീർന്നാൽ തേജസ്സിന്റെ ശരീരം പ്രാപിച്ച് നിത്യതയിൽ നമുക്ക് ആ പ്രിയ മാതാവിനെ കാണുവാൻ സാധ്യമായി തീരും. ദുഃഖത്തിലിരിക്കുന്നവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ, ബന്ധുമിത്രാദികളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. നിങ്ങൾ ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുവാൻ ഇന്ന് പകൽക്കാലം തീരുമാനമെടുക്കട്ടെ. ദൈവം നിങ്ങളെ ഏവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഇനി ആർക്കെങ്കിലും കാണുവാനുണ്ടെങ്കിൽ ഇപ്പോൾ കാണാവുന്നതാണ്. അതിനുശേഷം മുഖം മൂടുക, കെട്ടി അടയ്ക്കുക, കുഴിയിലേക്ക് ഇറക്കി വയ്ക്കുക. ആരെങ്കിലും കാണുവാനുണ്ടോ? കാണുവാനുണ്ടെങ്കിൽ മുമ്പോട്ട് വരിക. കാണുവാനുള്ളവർ മുന്നോട്ട് വരിക. അപ്പുറത്തെ സൈഡിൽ വന്നാട്ട് ഇത് കുഴിയാണ് ആവശ്യമാകുന്നത്. പ്രിയനെ വാഴ്ത്തിടുമേ, ഒന്നില വീതി
ഇത് ദുഃഖത്തിന്റെ ശുശ്രൂഷയല്ല. എല്ലാവരും ചേർന്ന് പാടിക്കാട്ടെ. നിങ്ങൾ അത്യാവശ്യമുള്ളവർ നിൽക്കുക. കുറച്ച് പേര്, നിങ്ങൾ 15-16 പേര് കിടന്ന് എടുക്കുക. ചുമ്മാ ഞങ്ങളാരും കണ്ടിട്ടില്ലേ? ഒരുപോലെ വാലൻസ് പിന്നെ 16-17 പേര് കിടന്നുകൊണ്ട് ഒരുപോലെ കിടന്ന് കാണിക്കുക. 4 പേര് മതി അപ്പുറത്തും ഇപ്പുറത്തും. മധുര
പ്രിയന്മാരിൽ ഞാൻ ചാരുനേരത്തിൽ എന്തു മധുര വന്യമല്ലത് എന്തു മധുര വന്യമല്ലത് അന്ത്യ ശുശ്രൂഷയിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. മനുഷ്യൻ മണ്ണാകുന്നു, അവൻ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ വചനപ്രകാരം നാം ഇപ്പോൾ ഈ മൃതശരീരം മണ്ണിന് ദാനം ചെയ്യുവാൻ പോവുകയാണ്. ഈ ശുശ്രൂഷ ഒരു ദുഃഖത്തിന്റെ ശുശ്രൂഷയല്ല, ഇത് സന്തോഷത്തിന്റെ ശുശ്രൂഷയാണ്. കാരണം താൻ ഈ മരണത്തെ താൻ ജയിച്ചിരിക്കുകയാണ്. പാപത്തെ ജയിച്ചു, രോഗത്തെ ജയിച്ചു, പിശാചിനെ താൻ ജയിച്ചു. അങ്ങനെയെങ്കിൽ ഒരു ജയത്തിന്റെ ശുശ്രൂഷയാണ് നാം ഇവിടെ ചെയ്യുന്നത്. ആയതുകൊണ്ട് ഇത് ദുഃഖത്തിന്റെ ശുശ്രൂഷയല്ല. നമുക്ക് ദുഃഖമുണ്ടാകുന്ന എപ്പോഴെന്ന് ചോദിച്ചാൽ ആ പ്രത്യാശ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. എന്താണ്? വേർപാട് നമുക്ക് ദുഃഖമുണ്ടെങ്കിലും ഇപ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട്, താൻ ജയം പ്രാപിച്ചിരിക്കുക. അങ്ങനെയെങ്കിൽ ആ പ്രത്യാശയുള്ളവരെല്ലാം ചേർന്ന് ഒരു നിമിഷം സ്തോത്രം ചെയ്താട്ടെ. ഇതൊരു ദുഃഖത്തിന്റെ ശുശ്രൂഷയല്ല, ഇതൊരു ജയത്തിന്റെ ശുശ്രൂഷയത്രേ. ആ ജയത്തിന്റെ ശുശ്രൂഷ ദൈവം നമുക്ക് തന്നിരിക്കുക. സ്തോത്രം ചെയ്യാം. ദൈവം തന്നെ ശുശ്രൂഷ നടത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ദൈവം ജയത്തെ തന്നിരിക്കുകയാണ്. പ്രത്യാശയുള്ളവർ ദൈവത്തെ സ്തോത്രം ചെയ്ത് ആത്മാവിനുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. മരണമേ നിന്റെ ജയമെവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവനെ, മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന ദൈവത്തിന്റെ വചനപ്രകാരം ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മണ്ണിനെ ദാനം ചെയ്യുന്നു. നിന്റെ അവകാശം പ്രാപിപ്പാൻ നീയും എഴുന്നേറ്റ് വരിക. ഹല്ലേലൂയ. ചില തിരുവിധികൾ പ്രിയ പിതാവേ, നീ ഞങ്ങൾക്കൊരു പ്രത്യാശ തന്നിരിക്കുന്നു. ഉയർപ്പിന്റെ പ്രത്യാശ ഞങ്ങൾക്ക് തന്ന് നീ ഞങ്ങൾ നടത്തുന്ന നല്ല കുറയ്ക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഈ പ്രിയ മാതാവിൽ ആരംഭിച്ച പ്രവൃത്തി ദൈവമേ നീ തികയ്ക്കുവാൻ ഇടയാക്കിയതിനായി സ്തോത്രം. താനൊരു ഉയർപ്പ് പ്രാപിക്കുമെന്ന വിശ്വാസത്തോടെ മണ്ണാകുന്ന മൃതശരീരത്തെ ഞങ്ങൾ മണ്ണിന് ദാനം ചെയ്തിരിക്കുന്നു. ഇത് മണ്ണോട് ചേരുമ്പോൾ നിന്റെ ഹിതപ്രകാരം ഒരു ശരീരം കൊടുത്ത് തന്നെ ഉയർപ്പിച്ച് നിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഈ പ്രത്യാശ കൊടുത്തിരിക്കുക. സ്തോത്രം. ഈ ശുശ്രൂഷയിൽ പകർന്നതിൽ ആരെങ്കിലും ഈ പ്രത്യാശയില്ലാത്തവരായി, നിന്നെ സ്വീകരിക്കാത്തവരായി ഇവിടെ കടന്നിരിക്കുന്നുവെങ്കിൽ ദൈവർക്ക് പ്രത്യാശയെ കൊടുക്കണമേ. നിന്നെ സ്വർഗരക്ഷിതാവായി സ്വീകരിപ്പാൻ, സ്നാനമെടുക്കുവാൻ, അഭിഷേകം പ്രാപിപ്പാൻ ദൈവർക്ക് കൃപ കൊടുത്താട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തവർ നിത്യരാജ്യത്തിന് അവകാശികളാകുവാൻ ഇടയാക്കി തീർക്കണമേ. കർത്താവേ, പ്രിയ സഹോദരനോട് പ്രാർത്ഥിക്കുന്നു, ക്രിസ്തുവിന്റെ സാക്ഷിയായി അന്ത്യത്തോളം നിലനിൽപ്പാൻ തനിക്കിടയാക്കി തീർക്കണമേ. ആ മക്കളോർത്ത് പ്രാർത്ഥിക്കുന്നു, പെൺമക്കളോർത്ത് പ്രാർത്ഥിക്കുന്നു, മരുമക്കളോർത്ത് പ്രാർത്ഥിക്കുന്നു, കൊച്ചുമക്കളോർത്ത് പ്രാർത്ഥിക്കുന്നു, ബന്ധുമിത്രാദികളോർത്ത് പ്രാർത്ഥിക്കുന്നു, ചാർച്ചക്കാരോർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നിത്യരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. പരമിനായി ഞങ്ങൾ ഒരുക്കിക്കാട്ടെ. താഴ്ത്തി നിലനിർത്തി തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനയോടനായി സ്തോത്രം ചെയ്യാം.
പിതാവാം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പുത്രനാം ക്രിസ്തുവിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവാം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വേഗം ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. ജയമേർത്താവിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ ദൈവവും രക്ഷിതാവുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം എവരോടും സകല വിശുദ്ധന്മാരോടും ഇവിടെ കൂടപ്പെട്ടിരിക്കുന്നവരോടും ഈ ഓരോരുത്തരോടും നമ്മുടെ കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആർക്കെങ്കിലും മണ്ണിടണമെങ്കിൽ മണ്ണിടാം. അതിനുശേഷം കുഴിയടയ്ക്കാവുന്നതാണ്. മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാ